വളരെ പ്രധാനപ്പെട്ട ആ വാർത്തയിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റാകും. രാജീവിന്റെ പേര് കോർ കമ്മിറ്റിയിൽ നിർദ്ദേശിച്ചിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകും. വിവരങ്ങളുമായി അനു VS-ഉം ലിജോ വർഗീസും ചേരുകയാണ്. ആദ്യം അനുവിലേക്ക് പോയാൽ, അനു, കോർ കമ്മിറ്റിയിൽ നടന്ന ചർച്ചകൾ എന്തൊക്കെയാണ് എന്ന സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ടോ? ആരാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര്? ദേശീയ നേതൃത്വം എന്ന് പറയുമ്പോഴും ആരാണ് നിർദ്ദേശിച്ചത് എന്ന കാര്യം നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അനു? ലക്ഷ്മി, കോർ കമ്മിറ്റി യോഗം നിലവിലും അവസാനിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏതായിരുന്നാലും ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് യോഗത്തിൽ കോർ കമ്മിറ്റിയിൽ പറഞ്ഞത് പ്രഭാരി കൂടിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറാണ്. അദ്ദേഹമാണ് ഈ പേര് കോർ കമ്മിറ്റിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രാജീവ് ചന്ദ്രശേഖരൻ ഇനിയുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ് കോർ കമ്മിറ്റി യോഗത്തിൽ നൽകിയിട്ടുള്ളത്. ഇന്ന് 3 മണി മുതൽ അദ്ദേഹം 2 മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ വാങ്ങും. അതിനുശേഷം നോമിനേഷൻ സമർപ്പിക്കുകയും ചെയ്യും. 4 മണിക്കാണ് സൂക്ഷ്മ പരിശോധന ഉണ്ടാവുക. നാളെ രാവിലെ ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് ഈ ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപന സമയത്ത് നിരീക്ഷകനായി പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെയുള്ള നേതാക്കളും ഉണ്ടാകും. ഏതായാലും സംസ്ഥാനത്ത് BJPയുടെ അധ്യക്ഷനായി ഏറ്റവും പ്രധാനപ്പെട്ട ഈ കഴിഞ്ഞ തവണയൊക്കെ വലിയ മുന്നേറ്റം തിരുവനന്തപുരത്ത് നടത്തിയ രാജീവ് ചന്ദ്രശേഖരനെ എത്തിക്കാനാണ് ഇപ്പോൾ BJP തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം വരാനുള്ള സാധ്യതയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു വീടൊക്കെ സ്വന്തമാക്കി പ്രവർത്തനം തിരുവനന്തപുരത്തേക്ക് കേന്ദ്രീകരിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഉള്ള രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരത്തെ അദ്ദേഹം തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോർ കമ്മിറ്റി യോഗം അവസാനിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനുശേഷം നേതാക്കൾ പുറത്തേക്ക് വരും. അവരിൽ നിന്ന് നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ തേടാവുന്നതാണ്. ലക്ഷ്മി, ഇപ്പോൾ ലിജോ വർഗീസ് കൂടി ചേരുന്നുണ്ട്. ലിജോ, ഗ്രൂപ്പുകൾക്ക് അതീതമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പലരുടെയും പേരുകൾ നമ്മൾ കേട്ടതാണ്. സുരേന്ദ്രൻ തന്നെ തുടരും എന്ന സൂചന വന്നു. ശോഭ സുരേന്ദ്രൻ ഇടയ്ക്ക് വലിയ തോതിൽ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി ചരട് നീക്കങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോഴും ഗ്രൂപ്പുകൾക്കതീതമായ ഒരു തീരുമാനത്തിലേക്ക് BJP സംസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന ഒറ്റപ്പേരിലേക്ക് BJP എങ്ങനെയാകും എത്തിച്ചേർന്നത് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക. ലിജോ, ലക്ഷ്മി പത്മ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരമ്പരാഗതമായി BJPക്ക് കേരളത്തിലുണ്ടായിരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളെ മുഴുവൻ തകിടം മറിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഏതാണ്ട് 2 പതിറ്റാണ്ടോളമായി BJPയിലെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രബല ഗ്രൂപ്പുകൾ എന്ന നിലയിൽ തന്നെ V മുരളീധരനും സുരേന്ദ്രൻ അടക്കമുള്ള ഒരു പക്ഷം നിലനിൽക്കുമ്പോൾ, അതോടൊപ്പം തന്നെ അതിനെതിർ ചേരിയിൽ നിന്ന് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പേരിൽ മുൻപന്തിയിലുണ്ടായിരുന്ന MT രമേശ് അടക്കമുള്ള നേതാക്കൾ, ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്ന ശോഭാ സുരേന്ദ്രനെ പോലെ മറ്റൊരാൾ, അങ്ങനെ പല തരത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉണ്ടായിരുന്ന BJPയിൽ ഇപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനാകുമെന്ന് നേരത്തെ തന്നെ ചർച്ചകളുണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ സജീവമായി കേരളത്തിലുണ്ട്. അതിനുശേഷവും ഇവിടെ വീടൊക്കെ എടുത്ത് തിരുവനന്തപുരത്ത് തന്നെ സജീവമായി നിൽക്കാനുള്ള തീരുമാനം അദ്ദേഹം എടുക്കുന്നു. ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലും ഇവിടെയുള്ള ഗ്രൂപ്പുകൾ, അതായത് സുരേന്ദ്രൻ പക്ഷമായ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ V മുരളീധരനോ അല്ലെങ്കിൽ MT രമേശ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും രാജീവ് ചന്ദ്രശേഖർ വരേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കും, അല്ലെങ്കിൽ ആ തരത്തിലുള്ള സമ്മർദ്ദവുമായി നിൽക്കുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ തന്നെ വേണമെന്നുള്ള നിലവിലേക്ക് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം എത്തുന്നു എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ആ തരത്തിൽ കൂടി ഒരു ഏത് തരത്തിലായിരിക്കും ഇനി BJP പ്രവർത്തിക്കുക അല്ലെങ്കിൽ BJPക്കുള്ളിലെ നേതൃത്വം പ്രവർത്തിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. എങ്കിൽ പോലും നിലവിലുള്ള സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു സമവാക്യത്തിലേക്ക് കേരളത്തിലെ BJP കടക്കുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താവുന്നതാണ്. അതിൽ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനാകുന്നു എന്നുള്ളതാണ് ഒന്ന്. അദ്ദേഹം കഴിഞ്ഞ തവണ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രകടനം ഒരുപക്ഷെ ആരും ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ശശി തരൂരിന് വലിയ വെല്ലുവിളിയായി. കോസ്റ്റൽ ഏരിയയിൽ വോട്ട് എണ്ണുന്നത് വരെയും മുൻപിൽ നിന്നിട്ടുള്ള തരത്തിലേക്ക് അദ്ദേഹത്തിന് അവിടെയുള്ള പല തരത്തിലുള്ള വോട്ടുകളെ സമാഹരിക്കാൻ, അത് ക്രിസ്ത്യൻ ബെൽറ്റിൽ നിന്നുള്ളതായിക്കോട്ടെ, അതോടൊപ്പം തന്നെ നായർ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകളായിക്കോട്ടെ,
നഗര കേന്ദ്രീകൃതമായ വോട്ടുകളായിക്കോട്ടെ, അത്തരത്തിലുള്ള വോട്ടുകളൊക്കെ സമാഹരിക്കാൻ രാഷ്ട്രീയത്തിനപ്പുറം കഴിഞ്ഞ ഒരാൾ എന്ന നിലയിൽ കൂടി അദ്ദേഹത്തെ പരിഗണിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ BJPയുടെ കേരളത്തിലെ മാറുന്ന മുഖം എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ആ തരത്തിൽ കേരളത്തിൽ ഇനി നിലനിൽക്കേണ്ടത് പരമ്പരാഗതമായ ഒരു BJP ലൈനിലല്ല മുമ്പോട്ട് പോകേണ്ടതെന്നുള്ള ചിന്തയിൽ നിന്നായിരിക്കാം പുതിയൊരു തലത്തിലുള്ള പ്രവർത്തനങ്ങളും പുതിയ അധ്യക്ഷനും വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് രാജീവ് ചന്ദ്രശേഖരൻ കുറെ കൂടി ടെക്നോളജിക്കലി സംസാരിക്കുന്ന, അല്ലെങ്കിൽ കുറെ കൂടി പുതുതലമുറയെ കണക്ട് ആവുന്ന തരത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ എന്ന നിലക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലക്കായിരിക്കാം, ഒരു സംരംഭകൻ, ടെക്നോക്രാറ്റ് എന്ന നിലയിലൊക്കെ ആയിരിക്കാം അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ BJP ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തീവ്ര ഹിന്ദുത്വം പറഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് നമ്മൾ കാണാറുണ്ട്. അതുതന്നെയാണ് അവരുടെ അവിടുത്തെ വിജയമന്ത്രവും അതുതന്നെയാണ്. അത് കേരളത്തിൽ വിലപ്പോകില്ല. അങ്ങനെ തീവ്ര ഹിന്ദുത്വം പറഞ്ഞൊന്നും ആളുകളെ BJPയിലേക്കോ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യിക്കുവാനോ ആകില്ല എന്ന BJPയുടെ ആ ഒരു തിരിച്ചറിവ് കൂടിയായിരിക്കും രാജീവ് ചന്ദ്രശേഖർ എന്ന ഉത്തരം. തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇൻസിഡന്റ്. അതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടാകുന്ന രണ്ട് ഇൻസിഡന്റുകളാണ്. അതിലൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ മികച്ച പ്രകടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ. മറ്റൊന്ന് തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിക്കുന്നു എന്നുള്ളതാണ്. പൂർണ്ണമായ ഒരു BJPക്കാരൻ എന്ന നിലയ്ക്കല്ല അവിടെ സുരേഷ് ഗോപി വോട്ട് സമാഹരിച്ചത്. എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ സമാഹരിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റൊരു മുഖമുള്ള, അല്ലെങ്കിൽ BJPക്കൊപ്പം നിൽക്കുന്ന ആളുകളെ തന്നെ, എന്നാൽ എല്ലാ വിഭാഗം ആളുകളെയും കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ അവരുമായി സംവദിക്കാനോ ഇടപഴകാനോ കഴിയുന്ന തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ BJPയുടെ വളർച്ചയ്ക്ക് സഹായകമാകുക എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും BJPക്ക് വലിയ തിരിച്ചറിവ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം അവരെ അത് പഠിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ കുറെ കൂടി യുവാക്കളെ കണക്ട് ചെയ്യുന്നത്. ഒരു പക്ഷേ പരമ്പരാഗതമായി സാമ്പ്രദായികമായി BJPയുടെ എന്താണോ കേന്ദ്ര നേതൃത്വത്തിൽ അല്ലെങ്കിൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ എന്താണോ BJPയുടെ ലൈൻ, അത് പിന്തുടർന്നുകൊണ്ടിരുന്ന BJPയുടെ കേരളത്തിലെ നേതാക്കൾക്ക് പകരം മറ്റൊരു നേതാവിനെ വെക്കുക. രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ തന്നെ അദ്ദേഹത്തിന് കുടുംബ വേരുകൾ തൃശ്ശൂരുണ്ട് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം കർണാടകത്തിലായിരുന്നു കൂടുതൽ, അല്ലെങ്കിൽ ബാംഗ്ലൂരിലായിരുന്നു കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ കൂടുതൽ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ മലയാളം ആക്സന്റ് പോലും അത്തരത്തിലുള്ളതാണ്. പൂർണ്ണമായി മലയാളം സംസാരിക്കുന്ന ആ തരത്തിലുള്ള ഒരാൾ പോലുമല്ല. അങ്ങനെ ഒരാളെ, അത് ശശി തരൂരിന്റെ കാര്യത്തിൽ നേരത്തെ കോൺഗ്രസ് പരീക്ഷിച്ച് വിജയിച്ച ഒന്നാണ്. അതായത് കുറെ കൂടി ടെക്നോക്രാറ്റ് ആയിട്ടുള്ള, കുറെ കൂടി പരിഷ്കൃതൻ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരാൾ എന്ന നിലയിൽ ശശി തരൂരിനെ അവതരിപ്പിക്കും. അത് തിരുവനന്തപുരം പോലൊരു സ്ഥലത്ത് വലിയ തരത്തിൽ സ്വീകാര്യത നേടുകയും ചെയ്ത ഒന്നാണ്. ആ തരത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ BJPയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ ഈ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കുള്ള ചർച്ചകളിൽ എടുത്ത് കേട്ട, അല്ലെങ്കിൽ പ്രധാനമായും പറഞ്ഞു കേട്ട മറ്റൊരു പേര് ജേക്കബ് തോമസിൻ്റെതാണ്. അദ്ദേഹം ക്രിസ്ത്യൻ സമുദായ അംഗമാണ്. ആ തരത്തിൽ അദ്ദേഹത്തിന്റെ പേര് കൂടി ചർച്ചയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള, അതായത് ക്രിസ്ത്യൻ സമുദായത്തെ കൂടി ചേർത്ത് നിർത്തുന്ന, അല്ലെങ്കിൽ അവർക്ക് കൂടി സ്വീകാരനായിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ പോലും രാജീവ് ചന്ദ്രശേഖരനെ വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ തരത്തിലുള്ള, അതായത് ഇവിടെയുള്ള ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടുകൾ, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുക. ഒപ്പം ഇപ്പോഴും എങ്ങോട്ടും നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക ചായവില്ല എങ്കിൽ പോലും കുറെ കൂടി പുരോഗമനം അവസ്ഥയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അതായത് കുറെ കൂടി അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് BJPയുടെ കേരളത്തിലെ സ്വാധീനം മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒരാൾ എന്ന നിലക്കായിരിക്കാം രാജീവ് ചന്ദ്രശേഖരൻ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. ആ തരത്തിൽ ഉള്ള ഒരു മുഖം എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരന് പ്രവർത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അത് BJPക്ക് നേട്ടമാകുമെന്ന് കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പ്രകാശ് ജാവ്ദേക്കർ സംസ്ഥാനത്തിന്റെ ചുമതല ഏറ്റെടുത്തത് മുതൽ ഇവിടെ കേരളത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് കുറെ കൂടി വ്യക്തമായി പഠിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തി എന്നുള്ളതൊരു ശ്രദ്ധേയമായ കാര്യമാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം സംസ്ഥാന നേതാക്കളെ മാത്രം കേൾക്കുന്ന രീതിക്ക് അപ്പുറം ദേശീയ നേതാക്കൾ ഇവിടെ എത്തി കൃത്യമായ വിഷയം പഠിക്കുകയും മറ്റ് ആളുകളെ ഉപയോഗിച്ച് എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യമെന്നും BJPക്ക് ഏതൊക്കെ തരത്തിൽ പ്രവർത്തന മികവ് കാണിക്കാൻ കഴിയുമെന്നുള്ള കാര്യം പഠിച്ചതിന് ശേഷമുള്ള ഒരു അധ്യക്ഷൻ എന്ന നിലയിലായിരിക്കും BJP വരിക
എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട പേര് സ്വാഭാവികമായും കെ സുരേന്ദ്രനാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹത്തിന്റെ പ്രവർത്തനം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മേഖലയിൽ, അത് കുടിയേറ്റ മേഖലകളിലൊക്കെ സ്വാഭാവികമായ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അവിടെയൊക്കെ കടന്നു കയറി യൂണിറ്റ് ഉണ്ടാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, അവിടെ കൂടുതൽ ആളുകളെ BJPയുടെ പ്രവർത്തകരാക്കി മാറ്റുന്ന കാര്യത്തിൽ ക്രിസ്ത്യൻ സമുദായമായിട്ടുള്ള കൂടുതൽ അടുത്ത് നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പാർട്ടിയെ മാറ്റിയെടുക്കുന്ന കാര്യത്തിലൊക്കെ മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ കെ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനത്തിന്റെ ഫലം അടുത്ത സംസ്ഥാന അധ്യക്ഷൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൂടി ആകുമ്പോൾ അത് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ, അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് നേട്ടമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളത് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതായാലും രാജീവ് ചന്ദ്രശേഖരന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് എന്നുള്ളതാണ്. സാമ്പ്രദായികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ BJP മുഖം എന്നതിനപ്പുറത്തേക്ക് കുറെ കൂടി മറ്റ് തരത്തിൽ മറ്റുള്ള എല്ലാവർക്കും ആക്സസ് ആവുന്ന, അല്ലെങ്കിൽ സ്വീകാര്യനായിട്ടൊരു മുഖം എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരൻ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ BJPയുടെ ലൈനിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിലും അത് മുമ്പോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വളരെ വലിയ തോതിൽ അഭ്യസ്ത വിദ്യരുള്ള കേരളം പോലൊരു സംസ്ഥാനത്ത് നേരത്തെ IT മിനിസ്റ്റർ അടക്കമായിട്ടുള്ള കേന്ദ്ര IT മന്ത്രി എന്ന നിലയിൽ പോലും പ്രവർത്തിച്ചിട്ടുള്ള, ആ തരത്തിൽ ടെക്നോളജിയെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചും കേരളത്തിന്റെ വികസന സാധ്യതകളെക്കുറിച്ചും ഒപ്പം തൊഴിലവസരങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ BJPയുടെ രാഷ്ട്രീയം, നിലവിലുള്ള സംസാരിക്കുന്ന രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയം സംസാരിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്നും ആ സന്ദേശം ഇവിടെയുള്ള ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും ഏതായാലും BJP പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ചിന്തയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി, തീർച്ചയായും തൃശ്ശൂരിലാണെങ്കിൽ സുരേഷ് ഗോപി മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഒരു സിനിമാ താരം എന്ന് പറയുന്ന ആരാധന, അതിനപ്പുറം മനുഷ്യസ്നേഹി എന്ന് പറയുന്ന ഇമേജ്, ഇതൊക്കെയാണ് സ്ത്രീ വോട്ടർമാരെ, കൂടുതലും സ്ത്രീ വോട്ടർമാരെയാണ് സുരേഷ് ഗോപിയിൽ കൂടുതൽ ആകർഷിച്ചത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിന് അതീതമായി സുരേഷ് ഗോപിയുടെ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് ആ ദിവസങ്ങളിൽ ചെല്ലുമ്പോൾ, തെരഞ്ഞെടുപ്പ് സമയത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഇതുപോലെ ശശി തരൂരിന് ആണ് ഓപ്പോസിറ്റ് എങ്കിൽ പോലും ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആൾ വികസനം, BJPയിലൂടെ വികസനം ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വരുന്ന ആൾ എന്നുള്ള നിലയ്ക്കാണ് നഗര വോട്ടർമാർ സംസാരിച്ചിരുന്നത്. നമുക്കറിയാം ശശി തരൂരിനെ പോലെ അതിശക്തനായ ഒരു എതിരാളി ഉള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടു പോയതും. അത്തരത്തിലായിരുന്നു അദ്ദേഹം നഗരമേഖലയിൽ ആ സമയത്ത് നടത്തിയ മുന്നേറ്റം. ആ ഒരു മാതൃക ഇപ്പോൾ യുവാക്കളാണെങ്കിൽ തൊഴിലിനെ കുറിച്ച് സംസാരിക്കുന്ന, എല്ലാവരും വെളി രാജ്യങ്ങളിലേക്ക് പോകാൻ നിൽക്കുന്ന, അങ്ങനെ പഠനത്തിനേക്ക് പോകുന്ന, അത്തരം ചർച്ചകൾ നടക്കുന്ന കുടുംബങ്ങളാണ് നമ്മുടേത്. ഒരു കുട്ടിയെങ്കിലും പുറത്തേക്ക്, വിദേശത്തേക്ക് വിട്ട് പഠിപ്പിക്കുന്നതിനെയും അവിടെ ജോലി സാധ്യതകൾ തേടുകയും ഒക്കെ അങ്ങനെ ആലോചനകൾ നടക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് വികസനത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന ഒരാൾ ഒരു പാർട്ടിയുടെ അധ്യക്ഷനായി എത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അത്തരം കുടുംബങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായി BJPയിലേക്ക് പൂളയിപ്പിക്കുവാൻ ഒരു പക്ഷേ ഈ തീരുമാനത്തിലൂടെ BJP ലക്ഷ്യമിടുന്നത് അത് തന്നെയാകും എന്ന് തോന്നുന്നു. ലിജോ, തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ VS അനു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷനാകും എന്ന് പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് തിരുവനന്തപുരത്തും തൃശ്ശൂരും, ഈ രണ്ട് മണ്ഡലങ്ങളിലും BJPയുടെ പ്രചാരണം ഏറ്റെടുത്ത് നടത്തിയത് ആ രണ്ട് വ്യക്തികൾ തന്നെയാണ്. അതായത് BJP എന്നുള്ള സംസ്ഥാന ഘടകത്തിന്റെ, അല്ലെങ്കിൽ BJP എന്ന സംവിധാനത്തിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരനും വ്യക്തിപരമായ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അജണ്ട സെറ്റ് ചെയ്തിരുന്നു. അത് അവർ ആ തരത്തിലാണ് അത് മുമ്പോട്ട് കൊണ്ടുപോയത്. തൃശ്ശൂരിനെ സംബന്ധിച്ച്, തൃശ്ശൂരിൽ സ്വാഭാവികമായ ഒരു സിനിമാ നടൻ എന്ന നിലയ്ക്ക് തന്നെ സുരേഷ് ഗോപിക്ക് അവിടെയുള്ള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ അടക്കമുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും അത് പലതരത്തിൽ അതിന്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഏതാണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് 15-നും 20-നും ഇടയിലുള്ള യൂട്യൂബ് ചാനലുകൾ അതിന്റെ പ്രവർത്തകർ അവിടെ കൃത്യമായി ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ ഇടയിൽ ആ തരത്തിൽ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയെ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും അതോടൊപ്പം തന്നെ യുവാക്കളായ കന്നി വോട്ടർമാരായ ആളുകളുടെ ഇടയിലുമൊക്കെ കൃത്യമായി അവതരിപ്പിക്കുന്നതിന് കഴിഞ്ഞിരുന്നു. അത് സുരേഷ് ഗോപിക്ക് വലിയ ഗുണം ചെയ്തു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPയുടെ കോർ വോട്ട് പ്ലസ് മറ്റ് ആടി നിൽക്കുന്ന വോട്ടുകൾ, അല്ലെങ്കിൽ കുറെ കൂടി രാഷ്ട്രീയ ചിന്ത ഇല്ലാത്ത വോട്ടുകളെ കൂടി സമാഹരിക്കാൻ കഴിഞ്ഞതാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ഗുണമായത്. സമാനമായി തന്നെ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ
ഈ ഒരു വികസനം സംസാരിക്കുന്ന ഒരാൾ രാഷ്ട്രീയത്തിനപ്പുറം സ്വാഭാവികമായി ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തോട് വളരെ വിമുഖത കാണിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൻ്റെത്. അങ്ങനെ ഒരു സമൂഹത്തിൽ വികസനം എന്ന സങ്കല്പത്തിനൊപ്പം ഒപ്പം തന്നെ കുറെ കൂടി ഇംഗ്ലീഷ് ചേർത്ത് സംസാരിക്കുന്ന ആൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ ആ തരത്തിൽ കുറെ കൂടി ഒരു വിജ്ഞാനത്തോടൊപ്പം നിന്ന് സംസാരിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിന് കൂടുതൽ താല്പര്യമുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരാളെന്ന നിലക്കാണ് രാജീവ് ചന്ദ്രശേഖരനെ അവിടെ അവതരിപ്പിച്ചത്. അത് സ്വയം ആ തരത്തിൽ അവതരിപ്പിക്കുന്നതിനും ഏറ്റവും നൂതനമായിട്ടുള്ള PR വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ എല്ലാ മേഖലകളിലേക്കും എത്തിപ്പെടാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിരുന്നു. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്ന ഘട്ടത്തിൽ അവിടെ BJPയുടെ സംസ്ഥാന നേതൃത്വം, ആ ഘട്ടത്തിലുണ്ടായിരുന്ന സംസ്ഥാന നേതാക്കളിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചിരുന്നില്ല എന്നുള്ള പരാതി പോലും ഉണ്ടായിരുന്ന സമയമാണ്. അവിടെ വെച്ചാണ് വലിയൊരു ഫൈറ്റ് കൊടുക്കാനും ഒരുപക്ഷെ കോസ്റ്റൽ ഏരിയയിലെ വോട്ടുകൾ എണ്ണുന്നത് വരെ ശശി തരൂരിന് മുൻപിൽ നിൽക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അത്രത്തോളം നല്ലൊരു മത്സരം കാഴ്ചവെക്കുന്നതിനും അല്ലെങ്കിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ അത്രത്തോളം മുമ്പോട്ട് പോകാനും രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിരുന്നു. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് വേണം നമുക്ക് കാണാൻ. കാരണം ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആ തരത്തിലുള്ള അജണ്ട അല്ലെങ്കിൽ ആ തരത്തിലുള്ള സ്ട്രാറ്റജി ആയിരിക്കും യഥാർത്ഥത്തിൽ BJP എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പരമ്പരാഗതമായ ഒരു സാമ്പ്രദായികമായ BJPക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയുണ്ട്. അതോടൊപ്പം തന്നെ അതിന് കാലാകാലങ്ങളായി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിന് സവിശേഷമായ ഒരു സാഹചര്യമുണ്ടെന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ BJP തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിലുള്ള ഒരു നേതാവും അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജികളും തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങളുമായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആത്യന്തികമായി കേരളത്തിൽ കുറെ കൂടി ശക്തമായി രംഗത്ത് വരിക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം BJP ഏതാണ്ട് പൂർണ്ണമായും ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തോടടുത്ത സമയത്ത് ആദ്യത്തെ സുരേഷ് ഗോപി ജയിച്ച 1-2 മാസങ്ങൾ കൊണ്ട് BJPയുടെ ചർച്ചകൾ അവസാനിക്കുക. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ഗുണപരമായ ഒരു ചർച്ച BJPക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. അവിടേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ തരത്തിലുള്ള ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ അധ്യക്ഷ പദവി പോലും കാരണമാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശ്ശൂരും തിരുവനന്തപുരവും കേരളമാകെ ആവർത്തിക്കുക എന്ന ലക്ഷ്യമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് BJP എത്തിച്ചേർന്നത് എന്ന് പറയേണ്ടി വരും. അവരുടെ കണക്കുകൂട്ടലുകൾ അതാണ്. രാഷ്ട്രീയത്തിനും അതീതമായി ഈ സ്വിംഗ് വോട്ടർമാരെ BJPയിലേക്ക് ആകർഷിക്കുക, അങ്ങനെ വിജയം സാധ്യമാക്കുക.